ഹായ്, വെൽക്കം ടു മൈ ചാനൽ ഹയ. ഒരു 16 പാനൽ കുർത്തി, അനാർക്കലി കുർത്തി എങ്ങനെ കട്ട് ചെയ്ത് തയ്ക്കാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഇഞ്ചസിലാണ് മെഷർമെൻറ്റ് ചെയ്യുന്നത്, പക്ഷേ സ്കെയിൽ വേർഷൻ, അതായത് ഇഞ്ചസിൻ്റെ സ്കെയിൽ വേർഷനിൽ മിനിയേച്ചർ വേർഷനിലാണ് ഞാൻ മെഷർമെൻറ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ഞാനിവിടെ 45 ഇഞ്ച് വീതിയുള്ള, അതായത് മിനിയേച്ചർ വേർഷൻ സ്കെയിൽ വേർഷനിൽ 45 ഇഞ്ച് വീതിയുള്ള 2.5 മീറ്ററോളം വലിപ്പം വരുന്ന ഒരു തുണിയുടെ ചെറിയ സൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2.5 മീറ്റർ നീളമുള്ള മെറ്റീരിയലിന് ഇതുപോലെ ലെങ്ത്തിൽ ആദ്യം രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്യുന്നതിന് ശേഷം വിഡ്ത്ത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഇപ്പം മെറ്റീരിയൽ 4 ഫോൾഡിനാണ് ഉള്ളത്. ഇനി മെറ്റീരിയലിന് ഒന്നുകൂടി ഇതുപോലെ നന്നായി കൈകൊണ്ട് നീറ്റാക്കിയതിന് ശേഷം ഞാൻ കുർത്തിക്ക് വേണ്ടുന്ന ലെങ്ത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുർത്തിയുടെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 45 ഇഞ്ച് ലെങ്ത്തുള്ള കുർത്തിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് 47 ഇഞ്ച് നീളത്തിൽ ഞാൻ ഈ മെറ്റീരിയലിനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന ഈ ഭാഗം സ്ലീവ് കട്ട് ചെയ്യാനും ബാക്കി ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അതിന് വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ 4 ഫോൾഡിലാണല്ലോ മെറ്റീരിയൽ ഉള്ളത്. ഇനി ഇതിനെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യണം. അപ്പോൾ 8 ഫോൾഡ് ആവും മെറ്റീരിയൽ. 8 ഫോൾഡ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായി ഇതുപോലെ വിരിച്ചിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യണം. അപ്പോൾ മെറ്റീരിയൽ 16 ഫോൾഡ് ആവും. ഇനി ഞാൻ ഈ നന്നാക്കി ഫോൾഡ് ഒക്കെ കറക്റ്റാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഈ സൈഡിലായിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വലിയ മെറ്റീരിയലും കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഫോൾഡ് തെന്നിപ്പോവാതെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി പാനൽ വിഡ്ത്ത് എത്ര എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ചെസ്റ്റ് സൈസ് 30-ൻ്റെയും 40-ൻ്റെയും ഇടയിലാണെങ്കിൽ 2 മുതൽ 2.5 വരെ 2 to 2.5 ഇഞ്ചസ് പാനൽ വിഡ്ത്ത് എടുക്കാം. നിങ്ങളുടെ ചെസ്റ്റ് സൈസ് 40 മുതൽ 40-ൻ്റെ മേലോട്ടാണെങ്കിൽ 2.5 മുതൽ 3 ഇഞ്ച് വരെ നിങ്ങൾക്ക് പാനൽ വിഡ്ത്ത് എടുക്കാം. കറക്റ്റ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റ് സൈസ് ഒരു 36 ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് അധികം ആഡ് ചെയ്ത് അപ്പോൾ 40 കിട്ടും. ഈ 40നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതായത് 16 എന്ന് പറയുന്നത് 16 പാനൽ. ഈ 40നെ 16 പാനലാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. നമ്മൾ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ 2.5 ഇഞ്ചിൻ്റെ നേരെ പകുതി 1.25 ഇഞ്ചാണ് നമ്മൾ മെറ്റീരിയലിൽ മാർക്ക് ചെയ്യേണ്ടത്. ഈ 1.25ൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ, ഓരോ പാനൽ സ്റ്റിച്ച് ചെയ്യാൻ തയ്യൽ തുമ്പ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ 1.25ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് 1.25 36 ഇഞ്ച് ചെസ്റ്റുള്ള ആൾക്ക് ഒരു പാനലിൽ കട്ട് ചെയ്യേണ്ടത്. അതായത് 1.25 ഇഞ്ചുള്ള പാനലാണ് കട്ട് ചെയ്യേണ്ടത്. പാനൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് കാണിച്ചു തരാം. ഞാൻ 2 ഇഞ്ചാണ് പാനൽ കട്ട് ചെയ്യുന്നത്. അതായത് തയ്യൽ തുമ്പടക്കം 1.5 ഇഞ്ച് പാനൽ, ഫോൾഡിൽ 1.5 ഇഞ്ച് പാനൽ പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ ഇവിടെ ഞാൻ മേലെ ആദ്യം ഒരു 2 ഇഞ്ച് ഇവിടെ മേലെയായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. മേലയിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോലെ തന്നെ കുറച്ച് താഴെയായിട്ട് ഞാൻ 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വേസ്റ്റ് ലെങ്ത്ത് നോർമൽ ഒരു 15-16 എടുത്താൽ മതിയോ. ഞാൻ ഇവിടെ ഒരു 15 ഇഞ്ച് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെയിലും വേസ്റ്റ് ലെങ്ത്തിൻ്റെ 15 ഇഞ്ചിലും വീതി ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിനെ രണ്ടിനെയും ഈ 2 പോയിൻറ്റിനെയും ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ താഴെയും, അതായത് താഴെ ഭാഗത്തും ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. താഴെയിലായിട്ട് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത്തും 15 ഇഞ്ച് മേലെ നിന്ന് താഴോട്ടേക്ക് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പുറം ചെയ്തതുപോലെ തന്നെ ഈ 2 പോയിൻറ്റും ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ 2 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്യണം.
ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ 2 പോയിൻറ്റും ഭയങ്കര ഷാർപ്പിലാണുള്ളത്. ഇവിടെയും അപ്പുറത്തായിട്ട് ഭയങ്കര ഷാർപ്പിലാണുള്ളത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് നിൽക്കും. അപ്പോൾ ഈ 2 സൈഡും ഇതുപോലെ ഒന്ന് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരഞ്ഞു കൊടുക്കുക, കേർവിലായിട്ട് വരഞ്ഞു കൊടുക്കുക. ഇനി വരുന്ന ഈ ലൈനിൽ കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയുള്ള ഫുൾ പാനൽ നമുക്കൊരു 14 പീസും കിട്ടും. പിന്നെ ഇതുപോലെ മെറ്റീരിയലിൻ്റെ 2 സൈഡുള്ള നമ്മൾ മെറ്റീരിയൽ 2 ഫോൾഡായിട്ടാണല്ലോ എടുത്തിട്ടുള്ളത് ലെങ്ത്തിൽ. അപ്പോൾ ഇതുപോലത്തെ 4 പീസ് പാനലിൻ്റെ പകുതിയുള്ള 4 പീസും നമുക്ക് കിട്ടും. അപ്പോൾ 2 ജോയിൻ ചെയ്യുമ്പോൾ ഇത് 2 പാനൽ കിട്ടും. ബാക്കി 14 പാനൽ ഇതുപോലത്തെ ഫുൾ പാനലും കിട്ടും. ഇതുപോലെ ഓരോന്നായി ചേർത്ത് വെച്ച് വേണം മേലെ നിന്ന് താഴെ വരെ പാനൽ ജോയിൻ ചെയ്തെടുക്കാൻ. ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്ത പാനൽ ഒരു 7 എണ്ണവും ഹാഫ് കിട്ടിയ, അതായത് 2 മെറ്റീരിയലിന് 2 സൈഡിൽ നിന്ന് കിട്ടിയ പകുതി 2 സൈഡിലായിട്ടും വെച്ചിട്ടാണ് ഞാൻ ഓരോ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഞാൻ ഇത് ഒരു വശത്തെ പാനലൊക്കെ ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം ഈ 2 അറ്റത്തായിട്ട്, ഈ അറ്റത്തും അപ്പുറത്തെ അറ്റത്തുമായിട്ട് പകുതി പാനലാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് ഇതുപോലെ ഫോൾഡ് ചെയ്ത്, നിങ്ങൾ നോർമൽ കുർത്തിയും ടോപ്പും ഒക്കെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് പോലെ ഇതുപോലെ നേരെ പകുതിയായിട്ട് മടക്കി വെച്ചതിന് ശേഷം മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സൈസിന് കണക്കായിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ഫുൾ സൈസിലുള്ള ഒരു 16 പാനൽ കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് കൂടി ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാനിപ്പോൾ കാണിച്ചതുപോലെ സെയിം അതേ മെത്തേഡിൽ തന്നെയാണ്, ഞാൻ ഡെമോ കാണിച്ചതുപോലെ സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഈ ഡ്രസ്സിന് വേണ്ടിയിട്ടും പാനൽസ് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.